ദുരന്തർ ദ റിവെഞ്ച്. ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഹിന്ദിയാണ് ഞങ്ങൾ കണ്ടത്. ബിക്കോസ് ആ ഒരു ഒതൻറ്റിക് സാധനം ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതന്നെ നമ്മൾ കാണണം. 4 മണിക്കൂർ അടുപ്പിച്ച് പാടുണ്ട്. 3 മണിക്കൂറും 50 മിനിറ്റും അല്ലേ? 4 മണിക്കൂർ കൂട്ടിക്കും ഞങ്ങൾ. ഈ 4 മണിക്കൂർ കഴിഞ്ഞു പോയത് എങ്ങനെയൊന്നും ഒരു പിടുത്തല്ലോ. സാധാരണ 4 മണിക്കൂർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കില്ലേ, ഇത് അനിമൽ ഇങ്ങനെയായിരുന്നു. 4 മണിക്കൂർ അനിമലിന്റെ സെക്കൻഡ് പാർട്ട് പോയത് അറിഞ്ഞില്ല. അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് ഒക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നമുക്ക് ഇന്റർവെൽ ആയപ്പോൾ തോന്നി ഇനിയിപ്പോ 2-2.5 മണിക്കൂർ എങ്ങനെയാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ തുടക്കത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞിട്ടല്ലോ 4 മണിക്കൂർ. അപ്പൊ ഇങ്ങനെ ഒരു പടം 4 മണിക്കൂർ, അതും ഇത്ര നമ്മളെ എക്സൈറ്റഡ് ആയിട്ട് ഇരുത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ എഡിറ്റ്സ്, അതിൻ്റെ നറേഷൻ, അതിൻ്റെ സ്ക്രീൻ പ്ലേ, മാൻ അൾട്ടിമേറ്റ് അല്ലേ? അൾട്ടിമേറ്റ്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ സ്പൈ വേഴ്സ്, നമ്മുടെ ബോളിവുഡിലെ സ്പൈ യൂണിവേഴ്സിൽ ഇതൊരു ബെഞ്ച് മാർക്കാണ്. ദുരന്തർ എന്ന് പറഞ്ഞ സീരീസ് തന്നെ ഒരു ബെഞ്ച് മാർക്കാണ്. കാരണം നമ്മളെ കുറേ ഈ പാകിസ്ഥാനിൽ പോയിട്ട് മറ്റേ ഓലപ്പടക്കവും പൊട്ടിച്ചു പോരുന്ന സ്പൈകളെ കാണിച്ച് നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇതല്ല മുതൽ. ഇതിന് കറക്റ്റ് ഒരു നറേഷൻ ഉണ്ട്. ഇതിനകത്ത് പ്രൊപ്പഗണ്ട ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത്, എസ്പെഷ്യലി 2-നകത്ത് അവർ ഒരു കാര്യം നമ്മളെ എന്താ പറയുക, ഭയങ്കര ഇമ്പാക്ട് ചെയ്ത റിയൽ ലൈഫിൽ നമ്മളെ അല്ലേ, ഇന്ത്യയിൽ നടന്ന നമ്മളെയൊക്കെ റോട്ടിൽ മണിക്കൂറോളം നേരം ബാങ്കിന് മുന്നിൽ ക്യൂ നിർത്തിയ നോട്ട് നിരോധനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു സൈലന്റ് ആയിട്ട് ഒരു പ്രൊപ്പഗണ്ട സാധനം വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യില്ല. ദാറ്റ് ഈസ് ദെയർ. ഒരു പ്രൊപ്പഗണ്ടയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർഷങ്ങളായിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ട്, കുറെ കോൺസ്പിറസീസ് ഉണ്ട്. അതെ, അതാണ് ഇതെന്താ പറയുക, ഒരു കാണുന്ന ഒരു സാധാരണക്കാരന് ആ കോൺസ്പിറസീന്ന് അങ്ങോട്ട്, പക്ഷെ ഇത് റിയാലിറ്റി ആണെന്ന് വെച്ചാൽ അല്ലാന്നും പറയണം. കാരണം ഇത് റിയൽ ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ സിനിമയിൽ ആ നോട്ട് നിരോധനത്തിന്റെ സാധനത്തിലേക്ക് ഇവർ കൊണ്ടുവന്ന് വെച്ചത് അതൊരു പ്യുവർ പ്രൊപ്പഗണ്ടയാണ്. അത് എന്തിനു നോട്ട് നിരോധിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ പറഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് കാര്യങ്ങൾ ഇതാണ് എന്നുള്ളത് എത്തിക്കുന്നിടത്താണ് ഇതിൻ്റെ പ്രൊപ്പഗണ്ടേൻ്റെ അത് ബ്രില്യൻസ് എന്നേ പറയുള്ളൂ. പക്ഷേ ആ പ്രൊപ്പഗണ്ട ഫോർ മീ ദാറ്റ് വോണ്ട് വർക്ക്. ബട്ട് ആസ് എ മൂവി ഇതൊരു ഗൂസ് ബം ത്രില്ലറാണ്. തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിക്കുന്നത് രൺബീറിൻ്റെ ഹംസ അലി മിർസയുടെ പാസ്റ്റ് ഇൻ ദ സെൻസ് എങ്ങനെയാണ് ഹംസ അലി മിർസേനെ ദുരന്തർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലേക്ക് എങ്ങനെ എത്തി, ആ എത്തിയതിൻ്റെ ഒരു റൂട്ട് മൊത്തം, അത് തുടക്കം മുതലുള്ള നറേഷനകത്ത് അതിൻ്റെ അകത്തൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്. എന്നാൽ അതിൻ്റെ എന്താ പറയുക, നമ്മളൊന്ന് ഉള്ളിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു നോർമലി വേറെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഒരു സ്പൈനെ എങ്ങനെ ഇവർ പിക്ക് ചെയ്യുന്നു, ഇന്ത്യൻ ഇൻ്റലിജൻസ് ഒരു സ്പൈനെ എങ്ങനെ പിക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തൊക്കെയാണ് ഇവർ കാണുന്ന ടിക്ക് പോയിൻറ്റ്സ്, ആ സാധനങ്ങളൊക്കെ വെച്ച് അയാളുടെ ഒരു ലൈഫ് ട്രാജഡിയൊക്കെ വെച്ച് ഈ സാധനം വരികയാണ്. തുടക്കം തന്നെ ഒരു ഫൈറ്റ് അല്ല, വെടിവെപ്പ്. ഹിൻ്റെ മോനെ ചെങ്ങായി ഒരു AK-47 അതൊരു കിണ്ണം സാധനം. എനിക്ക് ആ ഓപ്പണിങ്ങിലുള്ള ആ ഒരു AK-47 ഗ്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിച്ചു തീർക്കുന്ന ടക്കൊക്കെ അടിച്ചു തീർക്കുന്ന പരിപാടി ഉണ്ട്. അതിലുണ്ടല്ലോ രൺബീറിൻ്റെ ഒരു ഈ സ്ക്രീൻ പ്രസൻസിൻ്റെ കാര്യത്തിൽ ശരിക്ക് രൺബീറിനെ കവച്ച് വെച്ചൊരു സാധനമായിരുന്നു അക്ഷയ് ഖന്നൻ്റെ സ്ക്രീൻ പ്രസൻസിൻ്റെ കാര്യത്തിൽ. ഫസ്റ്റിൽ ദുരന്തർ 1 അങ്ങനെയാണെങ്കിൽ ദുരന്തർ 2 ഇയാക്കള സിംഹത്തിനെ പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. താടിമുടി ഇല്ലെങ്കിലും മുഖത്തൊക്കെ ഉള്ളൊരു ഇൻറ്റൻസിറ്റി ഒക്കെ ഉണ്ടല്ലോ, അത് ആ ഫസ്റ്റ് ഫൈറ്റിലുണ്ട്, ആ വെടിവെപ്പ് സീനുകളിലുണ്ട്. അതൊരു കിണ്ണ സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോറി ബിൽഡായി എങ്ങനെയാണ് ഹംസ അലി മിർസയിലേക്ക് ദുരന്തർ പ്രൊജക്റ്റിലേക്ക് ജസ്കീറത്ത് എന്ന് പറഞ്ഞുള്ള രൺബീറിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വന്നു, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ബാക്ക് ടു എന്താണോ പാകിസ്ഥാൻ ലിഹാരിയിൽ നടക്കുന്നത് അതിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ബാക്കി ഫസ്റ്റ് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കണ്ട കുറേ റിയലായിട്ട് നടന്ന സംഭവങ്ങളുണ്ട്. ലിഹാരി നടന്ന കലാപം, ആ കലാപത്തിൽ നിന്ന് ഈവൻ അവിടുത്തെ മെയിൻ ഡോൺ ആവുന്നത്, പിന്നെ അവിടുത്തെ രാഷ്ട്രീയം മാറുന്നത്, അതിനൊപ്പം തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ വന്നൊരു മാറ്റം,
ബാക്കിയൊക്കെ കുറെ അധികം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് കാണണ്ട അല്ലേ, കൊറേ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ മോനെ വേറൊരു എൻട്രി ഉണ്ട് ഇവർ വെച്ചിട്ട്. അതായത് നമ്മൾ ഫസ്റ്റിലും കണ്ടിട്ടുണ്ട് ബഡേ സാബ്, ഒരു ബോസ് ഉണ്ട് ഇവർക്കൊക്കെ. ആ ബോസ് നമ്മളെ ഇതിലെ ISISന്റെ ക്യാരക്ടർ ചെയ്ത എന്തെയ്യാന്ന് വെച്ചാൽ മറന്നുപോയല്ലോ, പണ്ടാണെങ്കിൽ 4 മണിക്കൂർ ഇരുന്നിട്ട് ഇതിൻ്റെ പൊന്നെ എടാ അർജുൻ രാംപാലിൻ്റെ ക്യാരക്ടറുടെ ബോസും സഞ്ജയ് ദത്തിന്റെ ബോസും ഇവരൊക്കെ ബോസായിട്ട് ഒരാളുണ്ടല്ലോ. ആ ബോസിനെ ഫസ്റ്റിൽ റിവീൽ ചെയ്തില്ല, ഇതിൽ റിവീൽ ചെയ്യുന്നുണ്ട് ബോസിനെ. റൺബീർ ഞെട്ടി നിൽക്കുന്ന കാണുമ്പോൾ നമ്മളുണ്ട് തിയേറ്ററിൽ നമ്മളും ഇങ്ങനെ നിൽക്കും. ഫോട്ടോ കണ്ടത് മുതൽ, ഫോട്ടോ മാത്രല്ല പിന്നെ ആ ക്യാരക്ടറിന്റെ ആ ഒരു ഏജ് കണ്ടതോട് കൂടിയിട്ടുണ്ടല്ല, ബോസ് ആരാന്നുള്ളത് റിവീൽ ആയപ്പോ ലിറ്ററലി കിളി മാറി. ഇതെങ്ങനെ, ഹൗ, ഇനിയിപ്പോ അതിനൊരു ദുരന്തർ 3 ഉണ്ടാക്കൂ? പറയാൻ പറ്റൂല കേട്ടോ. കാരണം ഇയാള് പോണ്ട, മറ്റവൻ എങ്ങനെ ബോസായിന്ന് അറിയണ്ടേ? ഇന്ത്യനും ചതിച്ചു പോയ ഈ നാറി, ഈ ബോംബെന്ന് രക്ഷപ്പെട്ട ഈ ഡി, ഇവൻ എങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ ആയി എന്നുള്ളത് അറിയണല്ലോ. അങ്ങനെ അതൊരു വല്ലാത്ത ട്വിസ്റ്റ് ആയി പോയി. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ്. അവിടുന്ന് അങ്ങോട്ട് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലല്ലേ. ഓ സിനിമാറ്റോഗ്രാഫി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടായി, പാകിസ്ഥാൻ അല്ലാതെ ആരെങ്കിലും പറയും. അതാണ് എന്തൊരു ആർട്ടടും, ഒരു രക്ഷയില്ല. അമ്മാതിരി റിയാലിറ്റിയിലാണ് ഈ സാധനം എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് അടിയുടെ ഇടിയുടെ പൂരമായിരുന്നു പിന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. കുറെയൊക്കെ ഇമോഷണൽ സാധനങ്ങളുണ്ട്. ചില സീനൊക്കെ ചോര കൊണ്ടുള്ള കളിയാണ്. അതായത് നമുക്ക് പിന്നെ 18+ ആണ്, A സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ മാർക്കോ കണ്ട മലയാളികൾക്ക് ഇത് വലിയ ഉത്തരവൊന്നുമില്ല. മാർക്കോ ലാസ്റ്റ് മാത്രം കണ്ട, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് പക്ഷെ എന്താ അറിയോ, നല്ല രീതിയിൽ ഇതിൻ്റെ ഗ്രാഫിക്സും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിൽ മാത്രമാണ് ഒരു സീനിൽ എനിക്ക് ഗ്രാഫിക്സ് കുറച്ച് എന്ന് തോന്നിയത്. ബാക്കിയെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ്, ഒന്നും പറയല്ല. ഇപ്പോൾ ഉള്ള ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ ദ ബെസ്റ്റ് മേക്കിംഗ് എന്ന് പറയാം. ദ ബെസ്റ്റ് മേക്കിംഗ്, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് കൊണ്ടുവന്ന് വെച്ചതും പിന്നെ ഡെഫിനറ്റ്ലി പറയുന്നു, ആരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ നിൽക്കരുത്. കാരണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടരുത്. ഇതിനൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അതൊക്കെ കാണണം. മാധവൻ്റെ ക്യാരക്ടർ, രൺവീർ സിംഗിന് എങ്ങനെയാണോ അല്ലേ ആളുകൾ കൊടുക്കുന്ന ആ ഒരു സ്ക്രീൻ അപ്ലോസ്, അത്ര തന്നെ മാധവൻ്റെ ക്യാരക്ടറിനും കിട്ടുന്നുണ്ട്. അത്രത്തോളം ഇമ്പാക്ട്ഫുള്ളാണ് മാധവൻ്റെ ക്യാരക്ടർ ഇതിനകത്ത്. നമ്മള് പടം കാണുമ്പോ രൺവീറിനെ കണ്ടപ്പോൾ കയ്യടി മാധവനോടുള്ള ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള അതാണ് അങ്ങേരോടുള്ള സാധനമാണത്. കഥാപാത്രം ആരെയാണോ റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ള ആ വ്യക്തിയോടുള്ള ഒരു എന്താ പറയുക ട്രിബ്യൂട്ടാണ് ജയ്ഡോവൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പാട്ടുകളൊന്നും എനിക്കിതിനകത്ത്, ദുരന്തർ ആദ്യം പാട്ടുകൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതിനകത്ത് പാട്ടുകളൊന്നും എനിക്ക്, പക്ഷെ ഇതിനകത്ത് മറ്റൊന്നുണ്ട്, പഴയ പാട്ടുകൾ എടുത്തത് സെറ്റാണ് ഇതിനകത്ത്. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എന്തല്ലേ റേഞ്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പോലീസുകാർ വരുമ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് തോന്നിയത് എനിക്കറിയില്ല. എനിക്ക് തോന്നിയൊരു കാര്യം പറയാം, ഒരു മ്യൂസിക്കലി പോലത്തെ സാധനത്തിൽ കൂടി പോയോ, മ്യൂസിക്കും കഥയും കൂടി ഒരുപോലെ ഇല്ലേ? ഫുൾ അങ്ങനെ തന്നെ പോണേ. നല്ല ഒരു അതിനൊരു സ്റ്റെബിലിറ്റി, അതിൻ്റെ ഒരു ഔട്ട്പുട്ടും ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി എനിക്ക് കേട്ടോ. കാരണം ഓരോ സീനിന് എസ്കലേഷൻ കൊടുക്കുന്ന ഒരു BGM വരും, പിന്നെ ഒരു ജസ്റ്റ് ഒരു പഴയ പാട്ട്, ഒരു സോങ് എടുത്തിട്ട് അതിൻ്റെ ഒരു പുതിയ ഒരു റാപ്പ് പോലത്തെ സാധനം വരും. അതങ്ങനെ അത് ഭയങ്കര കോമ്പി ആയിട്ട് തോന്നി. പിന്നെ വെപ്പൺസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഉപയോഗിച്ച വെപ്പൺസിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീലിംഗ് ഉണ്ടല്ലോ, അത് സമ്മതിച്ചേ പറ്റൂ. അല്ലേ, ഫുൾ വർക്കാണ്. സാധാരണ രീതിയിൽ എന്താ പറയുക, ഇങ്ങനത്തെ വെപ്പൺസിന്റെ സാധനങ്ങൾ ചിലതൊന്നും വർക്കാവാറില്ല, ഒരു റിയൽ ഫീലിംഗ് ഒന്നും കിട്ടാറില്ല. പക്ഷെ ഇതല്ല, ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ആ റോ സാധനം ഇതിനകത്ത് വെപ്പൺസിന്റെ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഇമോഷണൽ സീനുകൾ വർക്കായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കായ രീതിയിലുള്ള ഇമോഷണൽ സീനുകളുണ്ട്. പക്ഷെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകൾ വന്നില്ല എന്നുള്ളതാണ്. ഇനി അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, പഴയ പാട്ടുകൾ എടുത്തിട്ട് പുതിയൊരു എന്താ പറയുക സാധനം ആക്കുന്നത് ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഒതന്റിക് ആയിട്ടുള്ള അല്ലേ അല്ല പാട്ട് നമുക്ക് ആരും അത് ആ വേറെ മൂഡിലാണ് ഒക്കെ ഇരിക്കണത്. പക്ഷെ അങ്ങനെയല്ല, ദുരന്തർ 2 കണ്ടിറങ്ങിയിട്ടും നമ്മൾ ഇനിയും കേൾക്കുക ദുരന്തർ 1 പാട്ടാണ്. അത് അവിടെയാണ് ആ മിസ്സിങ് വരുന്നത്. അതൊരു മേജർ സാധനമാണ്
എനിക്ക് ഫീലായത്. ബാക്കിയൊക്കെ നോക്കിയാൽ അടിപൊളിയാണ്. പിന്നെ എന്തെങ്കിലും ഡിപ്പുള്ള ഒരു സീൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തർ 1 അക്ഷയ് ഖന്ന തീ പാറിച്ച ഒരു ആ ഒരു സീൻ ഇതിൽ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ സീന് അത് സിറ്റുവേഷൻ ഉണ്ട്, അതല്ലാതെ അത് വെറുതെ വലിച്ചിട്ടൊന്നുമില്ല. അല്ല, അത് വലിച്ചിട്ടതല്ല. ഇതിലും ആ സീനിന് ഒരു എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അക്ഷയ് ഖന്നേന്റെ സ്വാഗ് ആർക്കും കിട്ടിയില്ല, അത് രൺബീറിന് കിട്ടിയില്ല. അതൊരു ഐക്കോണിക്, അതൊരു ലെജൻഡറി സാധനമായിരുന്നു. ആൻഡ് അവിടെ യൂസ് ചെയ്ത പാട്ടും അൾട്ടിമേറ്റ് ആണ്. ഇതിൽ ഉപയോഗിച്ചത് ഒരു അറബിക് സോങ്, ഇമ്പാക്ട് വന്നില്ല. അതാ ഞാൻ പറയാം, സോങ്ങിന്റെ ഇമ്പാക്ട് അവിടെയുള്ള വ്യത്യാസം. സോങ്സ് ഉണ്ടല്ലോ, 1ന്റെ സോങ്ങും ഇതിന്റെ സോങ്ങും തമ്മിൽ കൊണ്ട് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. BGM അടിപൊളി, പക്ഷെ സോങ്സ് യൂസ് ചെയ്തത് കുറച്ചും കൂടിയൊക്കെ ഒരു ഇതാക്കായിരുന്നു. എന്താണെങ്കിലും ഓൾ ടുഗെദർ എ ഗ്രേറ്റ് വാച്ച് അല്ലേ. 4 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞില്ല. കണ്ടിട്ട് ഇനി ഇത് ദുരന്തം അടിച്ചിരിക്കുന്നവർക്ക് ആണെങ്കിൽ വന്നിട്ട് ലാഗാണെന്നോ മറ്റതാണെന്നൊക്കെ പറയാം. ഫോഴ്സ് അല്ല, നമുക്കില്ല. ഇനി കാണുന്ന വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ പ്രശ്നമല്ല. നിന്നോട് ചോദിച്ചാൽ മസ്റ്റ് വാച്ച് പറയുള്ളൂ. മസ്റ്റ് വാച്ച് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തുള്ള തിയേറ്ററിലേക്ക് ഓടിക്കോ. ദുരന്തർ 2. ഇനി ആടല്ലേ, നാളെ ആടാണ്.